Hi children, welcome to science class. In the last class you have studied about coal. Today you are going to study petroleum and natural gas. We know petrol and diesel we get from petroleum. Petrol and diesel നമുക്ക് കിട്ടുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. Petrol is used as fuel in light automobiles such as motorcycles, scooters and cars. Petrol light automobiles, motorcycles, scooters, car പോലെയുള്ള light automobiles petrol use ചെയ്യുന്നു. Heavy motor vehicles like trucks and tractors run on diesel. Heavy motor vehicles diesel ആണ് use ചെയ്യുന്നത്. Petrol and diesel are obtained from a natural resource called petroleum. Petrol and diesel obtained from natural resource petroleum. The word petroleum is derived from petra and oleum. Petroleum എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് പെട്ര ആൻഡ് ഒലിയത്തിൽ നിന്നാണ്. പെട്ര മീനിങ് റോക്ക് ആൻഡ് ഒലിയം മീനിങ് ഓയിൽ. How petroleum formed? Petroleum എങ്ങനെ ഉണ്ടായത്? Petroleum was formed from organisms in the sea. These organisms died, their bodies settled at the bottom of the sea and got covered with layers of sand and clay. Petroleum form ചെയ്തിട്ടുള്ളത് സീയിലുള്ള ഓർഗാനിസത്തിൽ നിന്നാണ്. These organisms died. ആ ഓർഗാനിസം ഒക്കെ ഡെത്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ their body settled at the bottom. അതിന്റെ ബോഡി സീന്റെ ബോട്ടത്തിൽ സെറ്റിൽ ആവും and got covered with layers of sand and clay. എന്നിട്ട് അതിന്റെ മുകളിൽ സാൻഡും ക്ലേയും ഒക്കെ വന്ന് അടിയും. Over a millions of years, absence of air, high temperature and high pressure transformed organism into petroleum and natural gas. കുറേ വർഷങ്ങൾക്ക് ശേഷം ആ സീന്റെ അടിയിൽ സെറ്റിൽ ആയി കിടക്കുകയാണ്. അവിടെ എയർ കിട്ടില്ല. ടെമ്പറേച്ചറും ഹൈ പ്രഷറിന്റെ റിസൾട്ട് ആയിട്ട് ഈ ഡീക്കേഡ് ഓർഗാനിസം ഇസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ആ ഡീക്കേ ചെയ്തിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസം എന്തായിട്ട് ചേഞ്ച് ചെയ്യും? പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ്സ് ഇൻ വാട്ടർ. പെട്രോളിയത്തിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെ ഡെപ്പോസിറ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. Here you can see 3 layers. 3 layers ആയിട്ട് കാണാൻ പറ്റും. First layer water, second layer oil and third layer gas. ഓരോ ലെയർ ആയിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ലെയർ വാട്ടർ ആണ്. വാട്ടറിന്റെ തൊട്ട് മുകളിൽ ഓയിൽ ലെയർ ഉണ്ട് and last gas. When compared to water, oil and gas are lightweight. വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓയിലും ഗ്യാസും ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് കൂടുന്നത് താഴെയും വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് മുകളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So when compared to water, oil and gas are weightless, so they do not mix together. അതുകൊണ്ട് തന്നെ വെയിറ്റിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓയിലും വാട്ടറും ഒന്നും മിക്സ് ആവുന്നില്ല. ഓക്കെ. റിഫൈനിങ് ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിലെ ഫാക്ടേഴ്സിനെ റിഫൈൻ ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുന്നത്. പെട്രോളിയം ഇസ് എ ഡാർക്ക് ഓയിലി ലിക്വിഡ്. ഡാർക്ക് ഓയിലി ആയിട്ടുള്ള ലിക്വിഡ് ആണ് പെട്രോളിയം. ഇറ്റ് ഹാസ് ആൻ അൺപ്ലസന്റ് ഓർഡർ. ഒരു ചീത്ത സ്മെല്ലാണ്. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് വേരിയസ് കൺസിസ്റ്റൻസ് സച്ച് ആസ് പെട്രോളിയം ഗ്യാസ്, പെട്രോൾ, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പാരഫിൻ, വാക്സ് എക്സെട്ര. പെട്രോളിയം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. പെട്രോളിയം ഗ്യാസ് ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പാരഫിൻ, വാക്സ്, ഇതൊക്കെ അതിലുള്ള ഫാക്ടേഴ്സ് ആണ്. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ വേരിയസ് കൺസിസ്റ്റൻസ് ഫ്രാക്ഷൻസ് ഓഫ് പെട്രോളിയം ഇസ് നോൺ ആസ് റിഫൈനിങ്. പെട്രോളിയത്തിലുള്ള ഓരോ ഫാക്ടേഴ്സിനെ, ഓരോ കൺസിസ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് റിഫൈനിങ്. പെട്രോളിയത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇതിനൊക്കെ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് റിഫൈനിങ്. ഇറ്റ് ഈസ് കാരിഡ് ഔട്ട് ഇൻ പെട്രോളിയം റിഫൈനറി. പെട്രോളിയം റിഫൈനറിയിൽ വെച്ചിട്ടാണ് അത്, ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. വേരിയസ് കൺസിസ്റ്റൻസ് ഓഫ് പെട്രോളിയം ആൻഡ് ദർ യൂസസ്. പെട്രോളിയത്തിലെ വേരിയസ് കൺസിസ്റ്റൻസ് ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പെട്രോളിയം ഗ്യാസ് ഇൻ ലിക്വിഡ് ഫോം, LPG. നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന LPG ഗ്യാസ് സിലിണ്ടർ. പെട്രോളിയം ഗ്യാസ് ഇൻ ലിക്വിഡ് ഫോം, LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPG ഫുൾ ഫോം liquefied petroleum gas uses. It is used as fuel for home and industry. നമ്മൾ വീടുകളിൽ ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്പർ 2, പെട്രോൾ. പെട്രോൾ ഈസ് യൂസ്ഡ് ആസ് മോട്ടോർ ഫ്യൂൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏവിയേഷൻ ഫ്യൂൽ,
solvent for dry cleaning. Motor fuel ആയിട്ട് യൂസ് ചെയ്യുന്നു, aviation fuel ആയിട്ട് യൂസ് ചെയ്യുന്നു, dry cleaning യൂസ് ചെയ്യുന്നു. And third one, kerosene, fuel for stoves, lamps and for jet aircrafts. Fourth one, diesel, fuel for heavy motor vehicles, electric generators, used in electric generators. Fifth one, lubricating oil, it is used as lubrication. Paraffin wax, ointment, candle and vaseline. Ointment use ചെയ്യുന്നുണ്ട്, candle use ചെയ്യുന്നുണ്ട്, vaseline use ചെയ്യുന്നുണ്ട്, paraffin wax. Last one, bitumen, that you already studied. കോൾട്ടാറിന് പകരം ടാറിങ്ങിന് ബിറ്റുമിൻ ആണ് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിറ്റുമിൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് പെയിന്റ്, റോഡ് സർഫസിങ്, പെയിന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, റോഡ് സർഫസിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. Many useful substances are obtained from petroleum and natural gas. These are termed as petrochemicals. പെട്രോളിയത്തിൽ നിന്നും നാച്ചുറൽ ഗ്യാസിൽ നിന്നും കിട്ടുന്ന കെമിക്കൽസിന് പറയുന്ന പേരാണ് petrochemicals. These are used in the manufacture of detergents, fiber, polythene and other man-made plastics. ഡിറ്റർജന്റിന്റെ മാനുഫാക്ചറിങ്ങിന് ഫൈബറിന്റെ, which type of fibers? Polyester, nylon, acrylic, polythene and other man-made plastics. ഇതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് പെട്രോകെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് obtained from natural gas is used in the production of fertilizers. യൂറിയയുടെ ഫെർട്ടിലൈസർ ആണ്, കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്, രാസവളമാണ് യൂറിയ എന്ന് പറയുന്നത്. അതിന്റെ ഫോർമേഷന് പെട്രോകെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ഇറ്റ്സ് ഗ്രേറ്റ് കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ്, പെട്രോളിയം ഈസ് ഓൾസോ കോൾഡ് ബ്ലാക്ക് ഗോൾഡ്. ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിനുള്ളത് കാരണം പെട്രോളിയം ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്. Dash is known as black gold. Answer, petroleum. Next, about natural gas. Natural gas is very important fossil fuel. Important ആയിട്ടുള്ള fossil fuel ആണ്, because it is easy to transport through pipes. നമുക്ക് ഈസി ആയിട്ട് പൈപ്പിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ പറ്റും. Natural gas is stored under high pressure as compared to as compressed natural gas. Natural gas ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് compressed natural gas ആക്കുന്നത്. Compressed natural gas, full form, short form CNG, compressed natural gas. Compressed natural gas is used for power generation. CNG എന്തിനാ യൂസ് ചെയ്യുന്നത്? പവർ ജനറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. It is now being used as a fuel for transport vehicles. വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട് CNG, because it is less polluting. ഇപ്പൊ ഗ്യാസ് ഒക്കെയാണ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത്. Why? Because it is less polluting. Pollution ഉണ്ടാക്കുന്നില്ല, less polluting ആണ്. It is a cleaner fuel. Dash is cleaner fuel. Natural gas, dash is known as cleaner fuel. Natural gas is known as cleaner fuel because it is less polluting. Less polluting ആയതുകൊണ്ടാണ് അതിനെ cleaner fuel എന്ന് പറയുന്നത്. And the last one, the great advantages of CNG is that it can be used directly for burning in homes and factories where it can be supplied through pipes. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ CNG നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലും ഫാക്ടറീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ത്രൂ പൈപ്സിലൂടെ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വീടുകളിലും ഫാക്ടറീസിലൊക്കെ യൂസ് ചെയ്യാം. Such a network of pipelines exists in Vadodara, some parts of Delhi and other places. എവിടേക്കാണ് അതുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. Natural gas is also used as starting material for the manufacture of number of chemicals and fertilizers. Fertilizers-ന്റെ manufacturing-ലെ starting മെറ്റീരിയൽ ആണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. India has vast resources of natural gas. In our country, natural gas has been found in Tripura. നമ്മുടെ കൺട്രിയിലെ നാച്ചുറൽ ഗ്യാസ് എവിടെ കാണുന്നത്? ത്രിപുര, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ആൻഡ് ഇൻ ദ കൃഷ്ണ ഗോദാവരി ഡെൽറ്റ. ഇവിടേക്കാണ് നാച്ചുറൽ ഗ്യാസ് കാണുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ material, starting material of chemicals and fertilizers. Here one doubt, can coal, petroleum and natural gas be prepared in the laboratory from dead organism? നമുക്ക് ലബോറട്ടറിയിൽ കോളും പെട്രോളും നാച്ചുറൽ ഗ്യാസും പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? No, their formation is very slow process and conditions for their formation cannot be created in the laboratory. Already നമുക്ക് അറിയാം അതിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് നടത്തുന്ന പ്രോസസ് ആണ്. അത് മാത്രമല്ല അത് നാച്ചുറൽ കണ്ടീഷൻസിലാണ് അത് ഫോം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ലബോറട്ടറിയിൽ we can't create, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല.
Some natural resources are limited. You know that coal and petroleum are fossil fuels. Coal, petroleum എന്ന് പറയുന്നത് fossil fuels ആണ്. It required the dead organisms millions of years to get converted into these fuels. നമുക്കറിയാം dead organism കുറെ വർഷങ്ങൾ എടുത്തിട്ട് ആണ് അത് fuels ആയിട്ട് convert ചെയ്യുന്നത്. On the other hand, the known reserves of this will last only a few hundred years. ഇപ്പം നമുക്കുള്ള ഈ ഒരു നാച്ചുറൽ കോൾ പെട്രോളിയം എന്നൊക്കെ പറയുന്നത് ഒരു 100 yearsലേക്കുള്ളതും കൂടെ ഉള്ളൂ. മോർ ഓവർ ബേണിംഗ് ഓഫ് ദീസ് ഫ്യൂൽസ് ഇസ് എ മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ. അത് മാത്രമല്ല ഈ ഫ്യൂൽ ബേൺ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നന്നായിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദെയർ യൂസ് ഇസ് ഓൾസോ ലിങ്ക് ടു ഗ്ലോബൽ വാർമിംഗ്. അത് ഗ്ലോബൽ വാർമിങ്ങിനും കൂടെ കാരണമാവുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ്, വാട്ട് ഇസ് ഗ്ലോബൽ വാർമിംഗ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നൊക്കെ പറയുന്നത് എന്താണ്, പുറത്തേക്ക് വിടുന്ന സമയത്ത് അത് എർത്തിന്റെ സർഫസിൽ ട്രാപ്പ് ചെയ്ത് കിടക്കും. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, CFC ഒക്കെ സൺലൈറ്റിൽ നിന്നുള്ള ഹീറ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ അബ്സോർബ് ചെയ്യും, നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്യുമ്പോൾ എർത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. What is global warming? Greenhouse gases ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, CFC, ക്ലോറോഫ്ലൂറോകാർബൺ, അതൊക്കെ പുറത്തേക്ക് എത്തിയിട്ട് എർത്തിന്റെ സർഫസിൽ ട്രാപ്പ് ചെയ്ത് കിടക്കും. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സൺലൈറ്റിൽ നിന്നുള്ള ഹീറ്റിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് നമ്മള് ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. It is therefore necessary that we use these fuels only when absolutely necessary. അതുകൊണ്ട് ഈ ഫ്യൂൽസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. This will result in better environment. നമ്മൾ നന്നായിട്ട് കരുതി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് എയർ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത, ഗ്ലോബൽ വാർമിംഗ് ഒന്നും ഇല്ലാത്ത നല്ലൊരു എൻവയോൺമെന്റ് നമുക്ക് ഉണ്ടാവും. സ്മോളർ റിസ്ക് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് their availability for a longer period of time. Last one, in India, the Petroleum Conservation Research Association, ഇന്ത്യയിൽ തന്നെയുള്ള പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ PCRA advises people how to save petrol, diesel while driving. Their tips are, PCRA പറഞ്ഞിട്ടുണ്ട് നമ്മൾ പെട്രോൾ ഡീസൽ എങ്ങനെ സേവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അതെങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡ്രൈവ് അറ്റ് എ കോൺസ്റ്റന്റ് ആൻഡ് മോഡറേറ്റ് സ്പീഡ് ആസ് ഫാർ ആസ് പോസിബിൾ. നന്നായിട്ട് സ്പീഡ് പോകണ്ട, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോഡറേറ്റ് സ്പീഡിൽ യൂസ് ചെയ്താൽ നമുക്ക് പെട്രോൾ ഡീസൽ അധികം ഉപയോഗിക്കേണ്ടി വരില്ല. സെക്കൻഡ് വൺ, സ്വിച്ച് ഓഫ് ദ എൻജിൻ അറ്റ് ട്രാഫിക് ലൈറ്റ്സ് or at a place where you have to wait. ട്രാഫിക് സിഗ്നലിലൊക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം, എൻജിൻ ഓഫ് ചെയ്തേക്കണം. വെറുതെ സിഗ്നൽ ഓൺ ആവുന്നത് വരെ എൻജിൻ ഓൺ ആക്കിയിട്ടുണ്ട്, എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. Ensure correct tire pressure, ensure regular maintenance of the vehicle. ടയർ പ്രഷർ ഒക്കെ കറക്റ്റ് ആണോ, മെയിൻ്റനൻസ്, വെഹിക്കിളിന്റെ മെയിൻ്റനൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, എൻജിൻ കൂടുതലായിട്ട് പെട്രോളിയം ഒന്നും യൂസ് ചെയ്യില്ല. പെട്രോളും ഡീസലൊന്നും അധികമായിട്ട് യൂസ് ചെയ്യില്ല. So these are the advices by PCRA. Now the chapter is finished. Read the chapter well and study well. Stop here. Thank you.